ഹലോ ഫ്രണ്ട്സ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. ഇംഗ്ലീഷിൽ ഇപ്രകാരം എഴുതുന്നു: ബട്ട് ലവ് യുവർ എനിമീസ് ആൻഡ് കണ്ടിന്യൂ ടു ട്രീറ്റ് ദം വെൽ. When you lend money, don't despair if you are never paid back, for it is not lost. You will receive a rich reward, and you will be known as true children of the Most High God, having His same nature, for your Father is famous for His kindness to heal even the thankless and the cruel. ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന വചനം തന്നെയാണ്. ശത്രുക്കളെ സ്നേഹിപ്പിൻ. നമ്മുടെ ശത്രുക്കൾ മനുഷ്യരല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ജഡരക്തങ്ങളോടല്ല നമ്മുടെ യുദ്ധം, വാഴ്ചകളും അധികാരങ്ങളും അന്ധകാര ശക്തികളും അവർക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുന്നു: വി ഡു നോട്ട് വാർ ഓർ റെസിൽ അഗെയിൻസ്റ്റ് ഫ്ലെഷ് ഓർ ബ്ലഡ്, ബട്ട് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഓഫ് ദിസ് ഏജ് ആൻഡ് സ്പിരിച്വൽ വിക്കറ്റ്നെസ് ഇൻ ഹൈ പ്ലേസസ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ കാണുമ്പോൾ ആ വ്യക്തിയല്ല നമുക്കെതിരെ തിരിയുന്നത്, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്ന ദൈവമാണ്. സ്വാഭാവികമായിട്ട് രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവമക്കളെ കാണുമ്പോൾ, വെളിച്ചത്തിൻ്റെ മക്കളെ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അകൽച്ച, ഒരു ഇറിറ്റേഷൻ, ഒരു ഹെയ്റ്റ്രഡ്, ഒന്നും ചെയ്യാതെ ഒരു ഹെയ്റ്റ്രഡ് അവർക്ക് തോന്നും. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും, ഒരു പകരം വീട്ടാൻ തോന്നും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരെ സ്നേഹിക്കുക. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുഷ്ടൻ്റെ ആത്മാവാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആ പറഞ്ഞ വ്യക്തിയെ നമ്മൾ ദ്വേഷിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ പദ്ധതിയിലേക്ക് വഴങ്ങുകയാണ്. ഉറപ്പായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു, സ്വപുത്രനെ നമുക്ക് വേണ്ടി തന്നു. അതേ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളുടെ അയൽക്കാരൻ ആര് തന്നെ ആയിക്കോട്ടെ, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഭവനത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയായിരിക്കാം, കൂടെ കൂടെ ഓരോ ദിവസവും കാണുന്ന വ്യക്തിയായിരിക്കാം, എന്തും തന്നെ ആയിക്കോട്ടെ, നമ്മൾ അവരെ സ്നേഹിക്കുക എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അവരെ സ്നേഹിക്കുക. നമ്മളിത് ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുകയും അവരെ ദൈവത്തിന് വേണ്ടി നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും. കാരണം ദൈവം അങ്ങനത്തെ ദൈവമാണ്. ദൈവം ദുഷ്ടന്മാരോടും നന്ദി കെട്ടവരോടും ദയാലുവല്ലോ ദൈവത്തിന് വചനം പറയുന്നു. ഹീ ഈസ് കൈൻഡ് ടു ഹീൽ ഈവൻ ദ താങ്ക്ലെസ് ആൻഡ് ദ ക്രൂവൽ. അപ്പോൾ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും: ലവ് യുവർ എനിമീസ് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 27-28 വാക്യം പറയുന്നത്. എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിച്ച് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇംഗ്ലീഷിൽ: ഇഫ് യു ലിസൺ ഐ സേ ടു യു, ലവ് യുവർ എനിമീസ് ആൻഡ് ഡു സംതിങ് വണ്ടർഫുൾ ഫോർ ദം ഇൻ റിട്ടേൺ ഫോർ ദ ഹേറ്റ്രഡ്. വെൻ someone curses you, bless that person in return. When you are mistreated and harassed by others, accept it as your mission to pray for them. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടുകാർക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും സഭവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ശത്രുക്കൾക്ക് വേണ്ടി, നമ്മളെ ദുഷിച്ച് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ചുമതല നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളെ ശപിക്കുന്നവരെ നോക്കി നമ്മൾ അവരെ ബ്ലെസ് ചെയ്യാനുള്ള ചുമതല ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഒരു ജഡിക പ്രവൃത്തിയല്ല, ഇത് ആത്മീയ പ്രവൃത്തി തന്നെയാണ്. ജഡത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യവുമല്ല. ജഡത്തിൽ വസിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയുമല്ല.
പരിശുദ്ധാത്മാവിലാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റോയൽ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് തന്നെ അവർക്ക് വേണ്ടി ചെയ്യുക. ഇത് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്. മനുഷ്യർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നോ അതുപോലെ തന്നെ അവർക്ക് ചെയ്യുവിൻ. However you wish to be treated by others is how you should treat everyone else. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. In everything you do, be careful to treat others in the same way you want them to treat you, for that is the essence of all the teachings of the law and the prophets. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഒരു വ്യക്തി നമ്മളെ നോക്കി ചിരിക്കുന്നില്ല, ഒരു വ്യക്തി നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, നോക്കുന്നു, പെരുമാറുന്നു, അതിൻ്റെ അർത്ഥം നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യുന്നത് ആത്മാവിൽ. നമ്മൾ ആത്മാവിൽ അവരെ സ്നേഹിക്കുമ്പോൾ, നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അത് നമ്മുടെ ചുമതല, നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പവർ ഒരു ഹൈ പവറാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളത് ചെയ്യുമ്പോൾ ഉടനെ തന്നെ റിസൾട്ട് പ്രതീക്ഷിച്ചില്ലെങ്കിലും അടുത്ത കാലത്ത് തന്നെ അവരും നമുക്കും അതിൽ തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഈ വാക്കിനാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-28 വാക്യങ്ങൾ, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, അതുപോലെ ലൂക്കോസ് 31-ഉം മത്തായിയുടെ സുവിശേഷം 7-12 വെച്ചും ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.